ഗുണ്ടാ നേതാവിന്റെ ലഹരി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ തിരുവല്ലം SI തോമസിനെ സ്ഥലം മാറ്റി പിടികൂടിയ MDMA അളവ് FIR കുറിച്ചില്ലെന്നും ഹാഷ് ഓയിൽ പിടികൂടിയത് FIR-ൽ കാണിച്ചില്ലെന്നുമാണ് SIക്കെതിരെയുള്ള ആരോപണം. സംഭവത്തിൽ അടിയന്തരമായ റിപ്പോർട്ട് ADGP മനോജ് എബ്രഹാം ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി VS അനുവാണ് നമുക്കൊപ്പം ചേരുന്നത്. അനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, തിരുവനന്തപുരത്ത് വളരെ കുറേ നാളായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ വലിയ നെക്സസ് ഒക്കെ ഉള്ള ഒരു ഗുണ്ടാ നേതാവാണ് പൊക്കം ഷാജഹാൻ. ഇയാളെയാണ് കഴിഞ്ഞ ദിവസം ഈ ലഹരി പാർട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത്. ഇയാളെയും 4 പേരെയും പിടികൂടിയത്. പക്ഷേ ഈ കേസ് അട്ടിമറിക്കാൻ തിരുവല്ലം പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി. പ്രധാനമായും ഈ പ്രതികളിൽ നിന്ന് പിടികൂടിയ ഹാഷ് ഓയിൽ ഈ പറയുന്ന മാസ്റ്ററിലോ FIR-ലോ കാണിച്ചില്ല. പിടികൂടിയ MDMA അളവ് കുറച്ച് കാണിച്ചു. അതുകൂടാതെ രണ്ട് കാറുകളാണ് പിടിച്ചെടുത്താൽ ഒരു കാർ ഒഴിവാക്കി. ഇങ്ങനെ വളരെ ഗുരുതരമായ വീഴ്ചകൾ തിരുവല്ലം SI തോമസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം DCPക്ക് ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ഇത് മനഃപൂർവ്വമായി ചെയ്തതല്ല, അതായത് പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ല, ഇതെല്ലാം ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് തിരുവല്ലം SHOയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടാണ് DCP കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തോമസിനെ സ്ഥലം മാറ്റാനാണ് തീരുമാനം. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങും. മാത്രമല്ല, തോമസിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനം ഇത്രയധികം ഗുരുതരമായ വീഴ്ചകൾ, അതായത് MDMA അളവ് കുറയുക, ഹാഷ് ഓയിൽ ഇല്ലാതിരിക്കുക, കാർ വിട്ടുകൊടുക്കുക, സിഗരറ്റ്, അതായത് നമ്മൾ ഇലക്ട്രോണിക് സിഗരറ്റ് ഉണ്ടായിരുന്നു അത് മാസം ഉൾപ്പെടുത്താതിരിക്കുക, അങ്ങനെ വളരെ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മാത്രമല്ല, തന്നെ പിടികൂടുമെന്ന് ഈ പൊക്കം ഷാജഹാൻ നേരത്തെ തന്നെ വീഡിയോ എടുത്തു വെച്ചിരുന്നു. അതായത് അയാളെ പിടികൂടാൻ വേണ്ടി ഷാഡോ പോലീസും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഈ ഷാജഹാൻ അറിഞ്ഞിരുന്നു. അത് പോലീസിൽ നിന്ന് തന്നെ വിവരം ചോർത്തി നൽകിയതാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. അങ്ങനെ ഈ കേസിൽ അങ്ങനെ ആരോപണ വിധേയനായ SI ആണ് ഇപ്പോൾ സ്ഥലം മാറ്റാൻ വേണ്ടി തീരുമാനമായിരിക്കുന്നത്. സ്ഥലം മാറ്റം അല്പസമയത്തിനകം ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യും. ബിനിൽ, ഓക്കെ, വളരെ വിശദമായ വിവരങ്ങളാണ് നൽകിയത്. ഗുണ്ടാ നേതാവിനെ സഹായിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് SIക്കെതിരെ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത്. പോലീസ് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സ്ഥലമാറ്റത്തിനുള്ള നടപടിയിലേക്ക് ADGP മനോജ് എബ്രഹാം റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തിരുവല്ലം SI തോമസിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത്.